എല്ലാ കൂട്ടുകാർക്കും ബട്ടൺ ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 5 ലോ മെയിൻ്റനൻസ് ഇൻഡോർ പ്ലാന്റുകളെ പറ്റി നോക്കാം. അതായത് പ്രത്യേകിച്ച് കെയർ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു 5 പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ കുറേ പ്ലാന്റ്സ് വീട്ടിനകത്ത് സെറ്റ് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷേ അതിലെനിക്ക് ഒരു 5 പ്ലാന്റ്സ് മാത്രമാണ് നമുക്ക് പ്രത്യേകിച്ച് മെയിൻ്റനൻസോ കെയറോ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് വീട്ടിനകത്ത് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ്സ്. ഒന്നാമത്തെ പ്ലാന്റാണ് മണി പ്ലാന്റ്. ഞാൻ മണി പ്ലാന്റിനെ കുറിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിനകത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ് അല്ലെങ്കിൽ പോത്തോസ്. വീടിൻ്റെ പാർട്ടീഷൻ ഹാളിൽ വെച്ച് ആണ് വളർത്തിയേക്കുന്നത്. ഇത് ഞാൻ മണ്ണിലാണ് വെച്ചേക്കുന്നത്. നമുക്ക് മണ്ണിലും വെള്ളത്തിലും ഒരേപോലെ തന്നെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ മണി പ്ലാന്റ്. ഒരുപാട് ബ്രൈറ്റ് ലൈറ്റ് ഇല്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് ഈ മണി പ്ലാന്റ്. അതേപോലെ വെള്ളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ മണ്ണ് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ അരി കഴുകിയ വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഇത് നല്ല ഭംഗിയിലിരിക്കാൻ വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഇതിൻ്റെ ഇലകളെല്ലാം ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുക്കാറുണ്ട്. തുടച്ചു കൊടുക്കുമ്പോൾ നമുക്കിതിന് പച്ചപ്പാൽ എന്തെങ്കിലും ഒന്ന് തുണിയിൽ മുക്കിയോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതൊന്ന് തുണിയിൽ മുക്കിയോ നമുക്കിത് തുടച്ചു കൊടുക്കാം. നമ്മൾ തുടച്ചു കൊടുക്കുമ്പോൾ ചെടിയെല്ലാം കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിലെ ഡസ്റ്റ് എല്ലാം പോയിട്ട് ഇതേപോലെ നല്ല കളറിൽ നമുക്ക് ഈ പോത്തോസ് കാണാൻ പറ്റും. ഇത് മണി പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്, വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇത് ഞാൻ ഇതേപോലെ ഗ്ലാസ് ബൗളിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ടേബിളിൻ്റെ മേലെ ഇതേപോലെ പെബിൾസും ക്ലേ ബോൾസും ഒക്കെ ഇട്ട് ടേബിളിൻ്റെ മേലെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇങ്ങനെയും സെറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളത്തിൽ സെറ്റ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ വെള്ളം മാറ്റി കൊടുക്കേണ്ടതാണ്. രണ്ടാമത്തെ പ്ലാന്റാണ് സീസി പ്ലാന്റ്. നമുക്ക് ഇതും പ്രത്യേകിച്ച് കെയറോ മെയിൻ്റനൻസോ ഒന്നും ആവശ്യമില്ലാതെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് സീസി പ്ലാന്റ്. ഇതിന് ബ്രൈറ്റ് ലൈറ്റിൻ്റെ ആവശ്യം പോലും ഇല്ല. ലോ ലൈറ്റിലും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാവുന്ന ഒരു പ്ലാന്റാണ് സീസി പ്ലാന്റ്. ഇതിൻ്റെ ഇലകൾക്ക് ഭയങ്കര കട്ടിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ഇലകൾ കൊഴിഞ്ഞു പോകത്തില്ല. ഇത് പെട്ടെന്ന് അങ്ങോട്ട് വളരുന്ന ഒരു ചെടിയല്ല, കുറച്ച് സ്ലോ ആയിട്ട് വളരുന്ന ചെടിയാണ്. അതേപോലെ നമുക്കിത് കിഴങ്ങിൽ നിന്നാണ് ഇതിൽ പുതിയ ചെടി ഉണ്ടാകുന്നത്. നമുക്ക് പുതിയ ചെടി ഉണ്ടാകുന്നത് ഇതിൻ്റെ അടിയിൽ കിഴങ്ങുണ്ടാകും, അതിൽ നിന്നാണ് നമുക്ക് പുതിയ ചെടി ഉണ്ടാകുന്നത്. അതേപോലെ നമുക്കിതിൻ്റെ ഇലകൾ കുത്തിവെച്ചും നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇല ചകിരിച്ചോറിലോ മണ്ണിലോ കുത്തിവെച്ച് കഴിയുമ്പോൾ അതിൽ വേര് വരും. അങ്ങനെ നമുക്ക് പുതിയ ചെടി ഉൽപ്പാദിപ്പിച്ചെടുക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് നല്ല ഹൈറ്റിൽ വളരുന്ന ഒരു ചെടിയാണ്. നമുക്കിതിൻ്റെ അധികം ഹൈറ്റ് വെക്കാത്ത ടൈപ്പും നഴ്സറിയിലൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതേപോലെ ബ്ലാക്ക് കളർ സീസി, അതും നമുക്ക് നഴ്സറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ബ്ലാക്ക് സീസി കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇതിനും ഞാനങ്ങനെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കാറില്ല. അരി കഴുകുന്ന വെള്ളം മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നെ സീവീഡ് വാട്ടർ മാസത്തിലൊരിക്കൽ ഇതിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതേപോലെ DAP നമുക്ക് മാസത്തിലൊരിക്കൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. സീസി പ്ലാന്റ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വീട്ടിൽ സ്റ്റെപ്പ് കയറുന്ന ഒരു ഭാഗത്താണ് സീസി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മൂന്നാമത്തെ പ്ലാന്റാണ് സ്പൈഡർ പ്ലാന്റ്. ഇതും നമുക്ക് അധികം മെയിൻ്റനൻസോ കെയറോ ഒന്നും ആവശ്യമില്ലാതെ ഈസി ആയിട്ട് വീട്ടിനകത്ത് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഇതാണ് അതിൻ്റെ ബേബി പ്ലാന്റ്. ഇതിൽ നിന്നാണ് ഇതെല്ലാം എടുത്ത് വീട്ടിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതും ഞാൻ പാർട്ടീഷൻ ഹാളിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സെൽഫ് വാട്ടറിങ് പോട്ടിലാണ് ഇതും വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചാലും വെള്ളം താഴെ വരത്തില്ല. മറ്റ് 2 ചെടികളെ പോലെ തന്നെ ഇതിനും ഞാൻ ആഴ്ചയിൽ 2 ദിവസം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ. ഇല്ലെങ്കിൽ നന്നായിട്ട് മണ്ണ് ഡ്രൈ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ. അധികം വെള്ളം ഒഴിക്കരുത്.
അരി കഴുകുന്ന വെള്ളം മാത്രം ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതാണ്. ഇതിനും അധികം വെയിലിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് വെയിലിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു നല്ല ലൈറ്റ്, ബ്രൈറ്റ് ലൈറ്റും ആവശ്യമില്ല. ലോ ലൈറ്റിൽ കൂടെ ഇത് വളരുന്നതാണ്. എന്ന് കരുതി ഇരുട്ടത്ത് കൊണ്ടുവയ്ക്കരുത്. നമ്മുടെ വീട്ടിലകത്തുള്ള വെട്ടം മാത്രം ഇതിനു മതി. നമുക്കിത് വീടിൻ്റെ കോർണറിലെല്ലാം വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. 4ാമത്തെ പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ്. ഇതൊരു വാസ്തു പ്ലാന്റായിട്ടും കണക്കാക്കുന്നുണ്ട്. എയർ പ്യൂരിഫയിങ് പ്ലാന്റുമാണിത്. നമ്മളുടെ വീട്ടിനകത്തുള്ള എയറെല്ലാം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കിത് വീട്ടിനകത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനും പ്രത്യേകിച്ച് കെയറോ മെയിൻ്റനൻസോ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഇതാണ് സ്നേക്ക് പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റി. ഇത് അധികം ഹൈറ്റ് വയ്ക്കാതെ വളരുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നമുക്ക് ടേബിളിലോ അല്ലെങ്കിൽ പാർട്ടീഷൻ ഹാളിലോ ഒക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഈ ഷോർട്ട് ടൈപ്പ് അല്ലെങ്കിൽ മിനിയേച്ചർ ടൈപ്പ്. ഇതിനും നമുക്കധികം ബ്രൈറ്റ് ലൈറ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് വീട്ടിനകത്തുള്ള വെട്ടം മാത്രം മതി. അങ്ങനെ ഉള്ളിടത്ത് നമുക്ക് ഈസി ആയിട്ട് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ സ്നേക്ക് പ്ലാന്റ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളിതിൻ്റെ ഇലകളൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുത്താൽ ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതാണ്. അത് കാണാനും നല്ല ഭംഗിയായിരിക്കും. വീട്ടിനകത്തൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരാഴ്ചയൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഒന്നും ഈ ചെടിക്ക് സംഭവിക്കത്തില്ല. ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത്. ഒരുപാട് വെള്ളമാകുമ്പോൾ ഇതിൻ്റെ ഇലയെല്ലാം പഴുത്ത് കൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിന് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ. മാസത്തിൽ ഒരിക്കൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സീവീഡ് ഫെർട്ടിലൈസറാണ് ഞാൻ അധികം എൻ്റെ ഇൻഡോർ പ്ലാന്റ്സുകൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത്. സീവീഡ് കോൺസെൻട്രേറ്റ് ഇതേപോലെ 5 ml 1 ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് അതാണ് ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിനെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത്. അതും മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഞാൻ ഇൻഡോർ പ്ലാന്റ്സുകൾക്കെല്ലാം ഇതേപോലെ ഫെർട്ടിലൈസർ കൊടുക്കാറുള്ളൂ. 5ാമത്തെ പ്ലാന്റാണ് ഫിലോഡെൻഡ്രം. ഇത് ഞാൻ നല്ല കാറ്റും വെളിച്ചവും ഉള്ള ഭാഗത്താണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് ജനലിൻ്റെ സൈഡിൽ അവിടെയാണ്. അധികം ഡയറക്റ്റായിട്ട് വെയിലടിക്കത്തില്ല എങ്കിലും നന്നായിട്ട് വെട്ടമുള്ളൊരു ഭാഗത്താണ് ഇത് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനും നമുക്ക് പ്രത്യേകിച്ച് കെയറോ മെയിൻ്റനൻസോ ഒന്നും ആവശ്യമില്ല. ആന്തൂറിയം പ്ലാന്റ് പോലെ തന്നെ ഇതിൻ്റെ ഇലയും ഒരല്പം വിഷമുള്ളതാണ്. ചെറിയ കുട്ടികളൊന്നും വായിൽ വയ്ക്കാതെ ഇരിക്കാൻ ശ്രമിക്കണം. ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതിനും ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കാറുള്ളൂ. പെട്ടെന്ന് വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റാണ് ഈ ഫിലോഡെൻഡ്രം. നമുക്ക് വീട്ടിനകത്തെല്ലാം ഇതേപോലെ ബുഷിയായിട്ട് നമുക്ക് ഈ പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കൽ നമുക്കിതേപോലെ അരി കഴുകിയ വെള്ളം നമ്മളുടെ ഇൻഡോർ പ്ലാന്റ്സുകൾക്കെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ ഒരു ദിവസം വെള്ളമാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ദിവസം നമുക്കിതേപോലെ അരി കഴുകിയ വെള്ളം കൊടുക്കാവുന്നതാണ്. എപ്സം സോൾട്ട് വേണമെങ്കിൽ നമുക്ക് മാസത്തിൽ ഒരിക്കൽ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം. അതേപോലെ DAP ഇതേപോലുള്ള വളങ്ങൾ മാത്രം മതി നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന്. പ്രത്യേകിച്ച് വളങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് കെയറോ മെയിൻ്റനൻസോ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ 5 ഇൻഡോർ പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.